Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി BCom ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആ ഒരു പേപ്പറിന്റെ ഡീറ്റെയിൽസിലൂടെ നമ്മൾ പോയി കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SC ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒന്ന് പാസ്സാകണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾ രണ്ടാമത്തെ ബാച്ചാണ് ഈ ഒരു എക്സാം എഴുതുന്ന ഈ ഒരു സിലബസിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കണ്ടൻസ് വരുന്നത്. എല്ലാവർക്കും അറിയാം, നിങ്ങൾ +1 മുതൽ പഠിച്ചിട്ടുള്ള ഏരിയ ആണിത്. അപ്പോൾ അതിലാദ്യം ബ്ലോക്ക് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്. സോ അതിൽ 2 യൂണിറ്റ് ബേസിക്സ് കാണാൻ സാധിക്കും. ദെൻ ബ്ലോക്ക് നമ്പർ 2 പ്ലാനിങ് ആണ്. ദെൻ 5 ഫങ്ഷൻസ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇങ്ങനെ 5-6 ബ്ലോക്കുകൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് ഡിയിലാണ് essay വരുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് essay. 4 ചോദ്യങ്ങൾ തരും, അതിൽ 2 ആൻസർ കൊടുക്കുക. 4 ബ്ലോക്കിൽ നിന്ന് ഇവർ essay ഇടുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും കമ്പൽസറി ആയിട്ട് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഒരു essay പ്രതീക്ഷിക്കാം. മിക്ക പേപ്പറിലും അതിൽ നിന്ന് ബേസ് ഒരു essay വരുന്നുണ്ട്. പിന്നെ ബാക്കി 3 ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിങ്ങിൽ നിന്ന് ഇട്ടു, ഓർഗനൈസിങ്ങിൽ നിന്ന് ഇട്ടു, അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റിങ്ങിൽ നിന്ന്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് നമ്പർ 1-ൽ നിന്നും ബ്ലോക്ക് നമ്പർ 5-ൽ നിന്നും കമ്പൽസറി essay പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പൽസറി ബേസിൽ നിന്ന് എപ്പോഴും ഒരെണ്ണം ഇടും. പിന്നെ ഈ പറയുന്ന ബ്ലോക്ക് നമ്പർ 5-ൽ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും മാറി മാറി ഇടുന്നതാണ്, എല്ലാ പ്രാവശ്യവും. അപ്പോൾ ഈ 2 ബ്ലോക്കിൽ നിന്ന് കമ്പൽസറി essay പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, കൺട്രോളിങ്ങിൽ ഇതിലേതെങ്കിലും ആണ് അവർ മാറ്റി മാറ്റി ഇടുന്നത്. അപ്പോൾ കമ്പൽസറി essay എന്ന് പറയുന്നത് ബ്ലോക്ക് 1-ഉം 5-ഉം ആണ്. ഓക്കെ, ഇനി ഇതിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ടല്ലോ. 30 ചോദ്യങ്ങളാണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദ്യങ്ങൾ ഇടുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാസ്സാകണമെങ്കിൽ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് ജസ്റ്റ് ഒന്ന് പാസ്സാകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്കുകൾ, അതാണ് കുട്ടികൾക്ക് ആദ്യം അറിയേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് നമ്പർ 1-ഉം ബ്ലോക്ക് നമ്പർ 5, അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 6, ഈ 3 ബ്ലോക്കുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 60% മാർക്ക് കിട്ടും. 60% മാർക്ക്. 156 പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഈ 3 ബ്ലോക്കുകൾ, ഈ ബ്ലോക്ക് നമ്പർ 6-ൻ്റെ പ്രത്യേകത ചെറിയ ബ്ലോക്കാണ്. എസ്പെഷ്യലി ബ്ലോക്ക് നമ്പർ 6-ൽ യൂണിറ്റ് നമ്പർ 1 ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് എന്താ, കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് ഞാൻ പിക്ക് ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഹൈ മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ മിനിമം നോക്കേണ്ട ബ്ലോക്കുകളാണ് പറഞ്ഞത്, എസ്പെഷ്യലി ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓരോ യൂണിറ്റിലോട്ടും ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1-ലെ യൂണിറ്റ് നമ്പർ 1 ബേസ് ആണ്. ബേസിലത്തെ എല്ലാ കാര്യങ്ങളും പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. 1 മാർക്കായിട്ടോ 2 മാർക്സ് ആയിട്ടോ 5 മാർക്സ് ആയിട്ടോ അവരെ മാറ്റി മാറ്റി ഇടുന്നതാണ്. അപ്പോൾ അതിലാദ്യം എന്താണ് മാനേജ്മെന്റ്? 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ, മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്,
ഈ പറയുന്ന മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, ആർട്ട് ആൻഡ് സയൻസ്, ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ വരാറുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, മാനേജ്മെൻറ്റ് അതിൻ്റെ ഫീച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജർ ഡസ്, പ്രോസസ്സാണ്. അതിൽ ഈ പറയുന്ന പ്രൊഫഷൻ, ആർട്ട് ആൻഡ് സയൻസ് ഇത് എടുത്ത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും പഠിക്കണം കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ വരാം. ഓക്കെ, നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കുള്ളതാണ്. ഈ പറയുന്ന ബേസ് ഏരിയാസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒന്നുകിൽ 5 മാർക്ക് 2 മാർക്ക് ഇതിലേക്ക് ഒക്കെ ഇടുന്നതാണ്, നമുക്ക് കളയാനില്ല. പല ടോപ്പിക്കുകളും ഈ സബ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ട തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞു സോഷ്യൽ പ്രോസസ്സാണ്, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് സയൻസ്, ഇതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം ഓരോ ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസിലൊക്കെ. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അത് നോക്കിയിരിക്കണം. പിന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, നോക്കണം. അപ്പോൾ സിഗ്നിഫിക്കൻസ് ചിലപ്പോൾ ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് മിക്സ് ചെയ്തിട്ട് ഒരു എസ്സേക്ക് ചോദിക്കാം. ഈ റോൾസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇന്റർപേഴ്സണൽ റോൾസ് എന്താണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷണൽ റോൾ എന്താണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഡിഫറൻസ് പ്രതീക്ഷിക്കാം. റിപ്പീറ്റാണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ആദ്യത്തെ യൂണിറ്റിനെ പറ്റി പറയാനുള്ള. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കിയിരിക്കണം. ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 5 മാർക്കായിട്ടോ എസ് ആയിട്ടോ പ്രതീക്ഷിക്കാം. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തൊട്ടാണ്. സോ ഇതിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. വളരെ എളുപ്പമുള്ളൊരു ഏരിയ ആണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്തായാലും പഠിച്ചു വയ്ക്കുക. ദെൻ അതിനുശേഷം നമുക്ക് വരുന്ന ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ല, ഈ പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കാം. ബേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം മെയിനായിട്ട് 2 പേരുടെ കോൺട്രിബ്യൂഷൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ടൈലറും അതുപോലെ തന്നെ ഫയോളും. അപ്പോൾ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഇത് രണ്ടും എടുത്ത് പഠിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരെണ്ണം SCക്കുള്ള സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും 1 മാർക്കായിട്ടോ 2 മാർക്കായിട്ടോ ചോദിക്കാം. യൂണിറ്റ് ഓഫ് ഡിറക്ഷൻ, യൂണിറ്റ് ഓഫ് കമാൻഡ്, സ്കാലർ ചെയിൻ എന്താണ്, എസ്പിരിറ്റ് ഡി കോപ്സ് എന്താണ്, ഇതൊക്കെ 1 മാർക്കിനും 2 മാർക്സിനും എടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ SAക്ക് ചോദിച്ചാൽ ഇതൊക്കെ എഴുതും വേണം. ഓക്കെ, ഇപ്പോൾ വർക്ക് സ്റ്റഡി എന്താണ്, മോഷൻ സ്റ്റഡി എന്താണ്, ഇതൊക്കെ നമുക്ക് എവിടെ വരുന്ന ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ വരുന്നതാണ്. അപ്പോൾ FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസിനും അതുപോലെ തന്നെ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനും ഫോക്കസ് കൊടുക്കുക. ചിലപ്പോൾ അത് SC ആയിട്ട് അവരിടാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ 1 മാർക്ക് 2 മാർക്ക് ചോദ്യത്തിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി, ഇതൊക്കെ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിറക്റ്റിങ്ങിൻ്റെ ബ്ലോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നോക്കിയാൽ മതി, ഇവിടെ നോക്കി നേരം കളയണമെന്നില്ല. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമ്മൾ SA 5 മാർക്ക് 2 മാർക്ക് 1 മാർക്ക് 4 പാർട്ടിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും ഫസ്റ്റ് ബ്ലോക്കിലെ ഈ 2 യൂണിറ്റിൽ നിന്നും ഫോക്കസ് ചെയ്യുക. മൂവിങ് ടു നെക്സ്റ്റ് ബ്ലോക്ക്, പ്ലാനിങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം SA ചോദിച്ച ബ്ലോക്കാണ് പ്ലാനിങ്. അപ്പോൾ എന്താണ് പ്ലാനിങ്, നിർബന്ധമായും നോക്കിയിരിക്കണം. ഞാനിനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്യും. അതിൽ ഞാൻ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പാർട്ടിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട SA പറയും കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ നോക്കാം. അപ്പോൾ ഇതിലെ പ്ലാനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. അതിനുശേഷം പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് 5 മാർക്സിൻ്റെ ചോദ്യം. ദെൻ ഇതിൽ പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു SAക്ക് സ്കോപ്പുള്ള ഏരിയ എന്ന് പറയണത് ഈ പറയുന്ന പ്ലാനിങ്ങിൻ്റെ
പ്രോസസ്സാണ്, 5 മാർക്കിനോ അതല്ലെങ്കിൽ SAQ ചോദിക്കുക. ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് നിർബന്ധമായി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 5 മാർക്കിനും 2 മാർക്കിനും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എളുപ്പമുള്ളതാണ്. പ്ലാനിങ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇത് സ്കിപ്പ് ചെയ്യാനില്ല. ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇതിലത്തെ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറയില്ല, കാരണം ഇത് ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതാണ്. പിന്നെ ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാറുള്ള ചോദ്യങ്ങളുടെ വീഡിയോയിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ മാത്രമായിട്ട് എടുത്ത് പറയും. അപ്പോൾ കുറച്ചും കൂടിയും മൈന്യൂട്ടായിട്ട് അത് നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. മിഷൻ എന്താണ്, വിഷൻ എന്താണ്, സ്ട്രാറ്റജി എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട് ഇതിൽ. പോളിസി എന്താണ്, റൂൾ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെയോ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ പഠിക്കാം. ദെൻ നെക്സ്റ്റ് ഇതിൽ നിന്ന് SAക്ക് സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പ്ലാൻ. ഓക്കെ, SA ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പറയാനുള്ള. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2-ൽ ഈ ചോദ്യങ്ങളൊക്കെ അവർ മാറ്റി മാറ്റി ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്കിപ്പ് ചെയ്യാനില്ല. ഇനി ഓർഗനൈസിങ് ആണ്. ഇതിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തുള്ള essay ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഗനൈസിങ് എന്താണ് നോക്കി വയ്ക്കുക. പിന്നെ ഇതിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇതിൽ SA ടോപ്പിക് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ SA ടോപ്പിക്കാണ്, അത് നോക്കണം. പിന്നെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്താണ്, 1 മാർക്കിൻ്റെ ചോദ്യം, 2 മാർക്ക്. സ്പാൻ ഓഫ് കൺട്രോള് 1 മാർക്ക് 2 മാർക്സിലേക്കാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് SA ചോദിച്ചത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇപ്പോൾ നമുക്കിതിൽ ഫോമൽ ഉണ്ട്, ഇൻഫോമൽ ഉണ്ട്. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ സെപ്പറേറ്റഡ് ചോദിക്കാം. എന്താണ് ഫോമൽ, എന്താണ് ഇൻഫോമൽ. ദെൻ ഇതാണ് SAക്ക് ചോദിച്ചത്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, ലൈൻ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, കമ്മിറ്റി. അപ്പോൾ ഇതിന് ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. 2 രീതിയിൽ ചോദിക്കാം, SAക്കും അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ഓർഗനൈസേഷൻ എന്താണ്, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ നോക്കണം. ആദ്യത്തേൽ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. പിന്നെ ഇതിൽ ഈ സ്ട്രക്ചറിൽ വരിച്ചു വാരി പഠിക്കേണ്ട ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, അതിനെ പറ്റിയിട്ട്. സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് പഠിക്കണം, 2 മാർക്കിൻ്റെ ചോദ്യം. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്, 2 മാർക്കിൻ്റെ ചോദ്യം. അത്ര തന്നെ. ഡീസെൻട്രലൈസേഷൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അധികം ചോദ്യങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്രാവശ്യം ഒരു മാറ്റി പിടിക്കും എന്നുള്ളത് അറിയില്ല. എന്താണ് സ്റ്റാഫിംഗ് പഠിക്കണം. സ്റ്റാഫിങ്ങിൽ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ടത് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, സിലക്ഷൻ ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പ്രോസസ്സ്, മാൻ പവർ പ്ലാനിങ് എന്തായാലും പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഇത് മാറ്റിയിടാം. പിന്നെ കുറച്ച് ടീമുകളുണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരും. ജോബ് അനാലിസിസ് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്, ജോബ് ഡിസൈൻ എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്ക് ചോദ്യം. നെക്സ്റ്റ് വരുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സിലക്ഷൻ ആണ്. അത് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക്. എന്താണ് റിക്രൂട്ട്മെന്റ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇതൊരു ടൈപ്പ് ചോദ്യം. പിന്നെ സെലക്ഷൻ പ്രോസസ്സ്, ഇത് ആദ്യ കാലഘട്ടത്തിലൊക്കെ റിപ്പീറ്റ് essay ടോപ്പിക്കായിരുന്നു ഈ സിലക്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ ഇടുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിൽ ഉണ്ടായിരുന്നില്ല, ഇടുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും റിക്രൂട്ട്മെൻറ്റും സിലക്ഷനും നോക്കി വെച്ചോളൂ. SAക്ക് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് ചിലപ്പോൾ ഇടാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. പെർഫോമൻസ് അപ്രൈസിൽ എന്താണെന്ന് 2 മാർക്കിൻ്റെലേക്ക് നോക്കി വെച്ചു. മൂവിങ് ടു ഡിറക്റ്റിംഗ്, 3 ടോപ്പിക്കുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് ലീഡർഷിപ്പിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യമാണ് SAക്ക് ഇട്ടത്. ഒന്ന് മാറ്റിപ്പിടിച്ച് വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷനോ മോട്ടിവേഷനോ ഇപ്രാവശ്യം ഇടാം. അപ്പോൾ ഇതിൽ ഡിറക്റ്റിംഗ് എന്താണെന്ന് മാത്രം ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അതിൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഞാൻ ഈ ഏരിയാസ് ആണെന്ന് പറഞ്ഞു. അതിൽ ആദ്യം നമുക്ക് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ essay ടോപ്പിക്കാണ്. സോ എന്താണ് മോട്ടിവേഷൻ നോക്കാം. തിയറീസ് ഓഫ് മോട്ടിവേഷൻ 2 സാധ്യതകളാണ്. മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. പിന്നെ SAക്ക് വരുന്ന മറ്റ് ഏതെങ്കിലും മോട്ടിവേഷൻ തിയറീസ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. അതിലിപ്പോൾ മെഗ്രഗറിൻ്റെ XY തിയറി ഉണ്ട്, ഹൈജീൻ തിയറി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മോട്ടിവേഷൻ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെലേക്ക് ഉള്ളൊരു ചോദ്യമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞു ലീഡർഷിപ്പിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉള്ള, ഇമ്പോർട്ടൻസ് നോക്കി വെച്ചോളൂ 5 മാർക്കിൻ്റെലേക്ക്. ദെൻ
കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എന്താണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് എസ്സേക്ക് കേട്ടോ. അപ്പോൾ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 5 മാർക്സിൻ്റെ സാധ്യതയുള്ളത്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽസും ഉണ്ട്, അത് എസ്സേക്ക് ചോദിച്ചിട്ടാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ആണ്, അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അതിൽ ലേസിയസ്റ്റ് പെയർ അതൊക്കെ അതിൻ്റെ താഴെ കാണുന്നത് നമുക്ക് 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു മോട്ടിവേഷനിലോട്ട് പോകുമ്പോൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയും അതുപോലെ തന്നെ മെഗ്രഗർ ഇവരൊക്കെ സെപ്പറേറ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കും പ്രതീക്ഷിക്കാം. ലീഡർഷിപ്പ് സ്റ്റൈൽസിലുള്ള ഈ ലേസിയസ് പെയർ ഒക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് സെപ്പറേറ്റ് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ്, സൂപ്പർവിഷൻ അങ്ങനെ ഇല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ കാണാറില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോളൂ. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ പ്രോസസ്സ് ഉണ്ട്, 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എസ്സേക്കും ഇടാം. ഓക്കെ, അപ്പോൾ അതിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രേപ്പ് വൈൻ എന്ന് നമ്മൾ പറയണു. ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എസ്സേ ടോപ്പിക്കാണ്. ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് എസ്സേക്ക് ഇതിടാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ എസ്സേക്ക് ഇടാം. ബാരിയേഴ്സ് ഉണ്ട്, പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എടുത്ത 2 മാർക്കിനെ ചോദിക്കും. പിന്നെ ഈ പറയുന്ന ബാരിയേഴ്സ് അത് നോക്കി വയ്ക്കുക. കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള ഒരു എസ്സേ ചോദിക്കും. മൂവിങ് ടു അവർ ലാസ്റ്റ് ബ്ലോക്ക്, കൺട്രോളിങ്. ഈസിയാണ്. കൺട്രോളിങ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. നീഡ്സ് കൺട്രോളിങ്ങിൻ്റെ 5 മാർക്കിൻ്റെക്ക് സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ നെക്സ്റ്റ്, അത് 5 മാർക്കിൻ്റെക്ക് മാത്രമല്ല എസ്സേക്കുള്ള പോയിന്റ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നീഡ് ഓഫ് കൺട്രോളിങ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് 5 മാർക്കിൻ്റെ ചോദിക്കാം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 5 മാർക്കിൻ്റെ സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്സ്. കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എന്തെങ്കിലും നോക്കി വെച്ചോളൂ. ഇനി എസ്സേ മാറ്റി പിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത് എസെൻഷ്യൽസ് ഓഫ് ആൻ ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം, ഈ ഒരു ടോപ്പിക്കാണ്. പിന്നെ ദാറ്റ്സ് ഓൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ. ഇത് വരാണെങ്കിൽ ഇത് എഴുതാണ്ടിരിക്കുക എന്നുള്ളത്. ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ഇടുമെന്ന് അറിയില്ല. ഇതിൽ കുറച്ചൊരു പേര് പറയണമെന്നുള്ള ടെക്നിക്കലായിട്ടുള്ള ഏരിയാസ് കുറച്ചധികം ഉള്ളതാണ്. നമ്മളത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ സുഖമായിട്ട് കിട്ടില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഏരിയാസ് പ്രസൻറ്റ് ചെയ്യണ പോലെയല്ല. ഇടാം, ഇപ്പോൾ പെർട്ട് CP കണ്ടോ, ടെക്നിക്സ് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഏരിയ സജസ്റ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻസ് ഉണ്ടല്ലോ 4 എണ്ണത്തിൽ, ഇപ്പോൾ ഇതാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ബാക്കി 3 എണ്ണത്തിൽ ഏതെങ്കിലും ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബ്ലോക്ക് നമ്പർ 1 വളരെ എളുപ്പമാണ്. അതിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കുക. പ്ലാനിങ്ങിൽ അതുപോലെ തന്നെ ഒരു അപ്രോച്ച് കൊടുക്കുക. ദെൻ ഡിറക്റ്റിങ്ങിൽ ഈ പറയുന്ന മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷന് കൂടുതൽ റെലവൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്ലാനിങ്ങിലാണെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ബേസ് ഏരിയാസിലേക്ക് ഫോക്കസ് കൊടുക്കുക. കൺട്രോളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിയാൽ മതി. സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അവിടെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള എല്ലാത്തിലും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.